ഇങ്ങനെ തല പോകേണ്ടി വന്നാലും ഏതെങ്കിലും തരത്തിലുള്ള വിഭജന വർഗീയ രാഷ്ട്രീയത്തെ അതിനോട് സമരസപ്പെടുന്ന ഒരു സമീപനവും ഉണ്ടാവുകയില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചിട്ട് പാലക്കാട്ടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ BJPക്കൊപ്പം ഇതിനൊരു ചർച്ച വേണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയ ഗതികേടിലാണ് കേരള പോലീസ് പോകുന്നതെന്ന്. ഞാൻ കേരള പോലീസിനെതിരായിട്ടോ സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷെ പറയിക്കുകയാണ്. BJPയുമായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി പ്രശ്നങ്ങൾ ഇവിടെ സമാധാനം ഉണ്ടാക്കാം എന്നാണ് പോലീസ് പറയുന്നത്. എന്തിനെതിരെ? ഒരു നിയമസഭാ സാമാജികന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾ ചർച്ച ചെയ്ത് തീർക്കണോ? ഒരു നിയമസഭാ സാമാജികന്റെ കാലെടുക്കും എന്ന് പറഞ്ഞത് ചർച്ച ചെയ്ത് തീരുമാനിക്കണോ? നിയമസഭാ സാമാജികന്റെ ഓഫീസിലേക്ക് നടത്തിയ അക്രമം നിറഞ്ഞ മാർച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഇങ്ങനെ ചർച്ച ചെയ്ത് ചായയും ബിസ്ക്കറ്റും തരുന്ന പണിയാണ് കേരള പോലീസിനുള്ളത്. ഇവരെന്നു തൊട്ടാണ് ഈ നാട്ടുകൂട്ട മധ്യസ്ഥ പണി കേരള പോലീസ് തുടങ്ങിയത്? ഞങ്ങൾക്ക് അവരുടെ മധ്യസ്ഥതൊന്നും വേണ്ട. ഈ നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടാണ് ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതല്ലാതെ ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ പരിഹരിക്കാനാണ് പോലീസുള്ളത്. അതവർ പരിഹരിച്ചാൽ മതി. അതല്ലാതെ BJPയുമായിട്ട് അടച്ചിട്ട മുറിയിൽ ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ തൽക്കാലം കോൺഗ്രസിനെ കിട്ടാനില്ല. കോൺഗ്രസ് അതിന് സൗകര്യവും. അവരുമായിട്ട് ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ ഞങ്ങളില്ല.